അവിടെ പോയി അന്ന് രാത്രി അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ എനർജി, എൻ്റെ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഒരു തരി പോലും തിരിഞ്ഞു നോക്കേണ്ട ഒരവസ്ഥയുണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ വളരെ ആവേശപൂർവ്വം ഓർക്കുകയാണ്. ഒരു നേതാവിന്, അതെന്നെ പോലെ പുതിയ ഒരു വ്യക്തി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പം നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും? പ്രത്യേകിച്ച് പേരാമ്പ്ര പോലെയുള്ള ഒരു മണ്ണിൽ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുമ്പം മനസ്സിലേക്ക് വെച്ച് തരാൻ പാകത്തിലുള്ള വാക്കുകൾ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇന്നും പ്രചോദനമാകുന്ന വാക്കുകൾ. ഇതുപോലെയുള്ള ഒരു സദസ്സ് എനിക്കിവിടെ ഇരിക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഇലക്ഷൻ കാലമാണ്. തൊട്ട താഴെയുള്ള സ്കൂളിൻ്റെ ആ ഹാളിൽ 2 തവണ വന്ന് സംസാരിച്ച് പോയത് ഓർക്കുന്നുണ്ട്. അതുപോലെ ഇതുപോലെ ഈ ഒരു വഴിയിലൂടെ നിങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതും ആ സമയങ്ങളിലൊക്കെ സംസാരിച്ചതും അത് കഴിഞ്ഞ് നന്ദി പറയാൻ വേണ്ടി വന്നതും ഓർക്കുകയാണ്. ഈ സമയത്തൊക്കെ ഞാൻ പറഞ്ഞൊരു വാക്ക്, ഒരു വ്യക്തിയുടെ പേരുണ്ട്, അത് ഗാന്ധി 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 എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആരെങ്കിലും ഇത്രയധികം ഗാന്ധിയെ ഓർത്തിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സർ, അത് ഒരു പക്ഷേ ഞാനായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ നാടിൻ്റെ പ്രത്യേകതയാണത്. ശ്രീ രാഹുൽ ഗാന്ധി വന്ന പരിപാടിയിൽ, നമ്മുടെ ഇലക്ഷൻ കൺവെൻഷനിൽ ഞാൻ പറഞ്ഞു, ഈ നാട്ടിൽ ഗാന്ധി വന്നിട്ടുണ്ട്, ഗാന്ധി വന്നതിന് ശേഷം പിന്നെ രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട്. അന്നപ്പോൾ ആരൊക്കെയോ എവിടേക്കെയുള്ള CPMകാർ ട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയായി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിലാണ് ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി പോയത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ മഹിതമായിട്ടുള്ള പാരമ്പര്യവും ചരിത്രവും ഒന്നും പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയോ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ കീയരിയൂർ പോലെയുള്ള ഈ പ്രദേശത്ത് നിന്ന് മഹാനായിട്ടുള്ള ഗാന്ധി വന്നിട്ടുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങൾ ഈ മണ്ണിൽ പതിഞ്ഞിട്ടുണ്ട് എന്നും ഏറ്റവും പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹം ഈ നാട്ടിൽ താമസിച്ചിട്ടുണ്ട് എന്നുള്ള ചരിത്രപരമായിട്ടുള്ള സത്യം ലോകത്തിന് മുമ്പിലേക്ക് വിളിച്ചു പറയേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്, ഓർമ്മിപ്പിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. മുല്ലപ്പള്ളി സാർ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ ഇത് ഫാസിസ്റ്റ് കാലമായിട്ട് അറിയപ്പെടാൻ പാടില്ല. ഫാസിസ്റ്റുകൾ അതിതീവ്രമായിട്ട് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ പ്രചരണങ്ങൾ നടത്തുമ്പം, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുമ്പം നമുക്ക് ഒരേ ഒരു വ്യക്തിയെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞാൽ മതി, ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി, അത് സാക്ഷാൽ ഗാന്ധി തന്നെയാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കൽ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിൽ ചരിത്രപരമായിട്ടുള്ള സ്മാരകം, ചരിത്രപരമായിട്ടുള്ള ഒരു മ്യൂസിയം നമ്മൾക്ക് തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങളോടൊപ്പം ഞാനും തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ചുവടുവയ്പ്പുകൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളത് നിങ്ങളെ അറിയിക്കുകയാണ്. മാത്രമല്ല DCC പ്രസിഡന്റിൻ്റെ നാടുകൂടിയാണിത്. എനിക്ക് ആദ്യമായിട്ട് ഞാൻ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലാണ്. കുറ്റിച്ചിറ വാർഡിൽ അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ എൻ്റെ കൺവെൻഷന് വന്ന ആളാണ് DCC പ്രസിഡന്റ്. അന്ന് വിജയാശംസകളൊക്കെ നേർന്ന് അദ്ദേഹം മനോഹരമായി പ്രസംഗിച്ചു പോന്നു. പിന്നീട് അത് കഴിഞ്ഞ് തൊട്ടടുത്ത ഇലക്ഷൻ വന്നപ്പം അദ്ദേഹം എനിക്ക് വോട്ട് ചെയ്തു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. എനിക്ക് വലിയ സന്തോഷമുള്ളത്, എൻ്റെ എല്ലാ ശ്രമങ്ങൾക്കും ഇപ്പം നമ്മുടെ പേരാമ്പ്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസനത്തിൻ്റെ കാര്യത്തിൽ ഒപ്പം നിൽക്കാൻ 2 MLA മാർ കൂടെയുണ്ട്. ഒന്ന് പ്രവീൺ കുമാർ MLA ആണ് എങ്കിൽ മറ്റേത് സൂരജ് MLA കൂടി നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള പ്രത്യേകത പേരാമ്പ്രക്കുണ്ട് എന്നുള്ളത് കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കൂടുതൽ സംസാരിക്കില്ല, വളരെ കുറച്ച് കാര്യം. എന്നെപ്പോലെ പ്രയാസം അനുഭവിച്ച ആളുകൾ, എന്നേക്കാൾ കൂടുതൽ പ്രയാസം അനുഭവിച്ച ആളുകളാണ് നിങ്ങൾ. ഒരുപാട് ആകുലതകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ജയിക്കുമോ? ഇതേ ഒരുപാട് കുപ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, അതിനോട് നമുക്ക് നേരിടാൻ പറ്റുമോ എന്നൊക്കെ. അങ്ങനെ കുപ്രചരണങ്ങൾ നടക്കുന്നതിനിടയിലാണ് നോമിനേഷൻ പേപ്പർ കൊടുത്ത് കൊയിലാണ്ടിയിൽ നിന്ന് പിന്നീട് വന്നിട്ടുള്ള പരിപാടികൾക്കിടയിലൂടെ എനിക്ക് മുല്ലപ്പള്ളി സാറെ കാണണമെന്ന് പറയുന്നത്.
ആ തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, പെട്ടെന്നായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഡിക്ലറേഷൻ വരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടേക്ക് ഒരിക്കൽ പോലും പേരാമ്പ്രയിൽ വന്ന് മത്സരിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. കോർപ്പറേഷനിൽ കൗൺസിലറായിട്ട് നിൽക്കുകയാണല്ലോ. അങ്ങനെ ആ ഒരു നോമിനേഷൻ പേപ്പർ കൊടുത്ത് പിന്നീട് വടകരയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നെത്താമെന്ന് പറഞ്ഞു. സമയം ഒരുപാട് കഴിഞ്ഞു, 10 മണി കഴിഞ്ഞു. 11 മണിക്കൊക്കെ ശേഷമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. എനിക്ക് ഒരുപാട് മാനസിക പ്രയാസം. അവിടെ കുടുംബം എന്നെ കാത്തു നിൽക്കാണല്ലോ, അവരെന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എത്ര നേരം വൈകിയാലും വേണ്ടില്ല, വന്നോളൂ എന്ന് പറഞ്ഞ് സാർ ആ വാതിൽ തുറന്ന് അവിടെ മുന്നിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ പോയി അന്ന് രാത്രി അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ എനർജി, എൻ്റെ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഒരു തരി പോലും തിരിഞ്ഞു നോക്കേണ്ട ഒരവസ്ഥയുണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ വളരെ ആവേശപൂർവ്വം ഓർക്കുകയാണ്. ഒരു നേതാവിന്, അതെന്നെ പോലെ പുതിയ ഒരു വ്യക്തി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പം നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റും? പ്രത്യേകിച്ച് പേരാമ്പ്ര പോലെയുള്ള ഒരു മണ്ണിൽ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുമ്പം മനസ്സിലേക്ക് വെച്ച് തരാൻ പാകത്തിലുള്ള വാക്കുകൾ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഇന്നും പ്രചോദനമാകുന്ന വാക്കുകൾ മുല്ലപ്പള്ളി സാറും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നിയും മകളും എനിക്ക് ആവോളം ആ രാവിൽ തന്നു എന്നുള്ളത് ഞാൻ എല്ലാ കാലത്തും ജീവിതകാലം അത്രയും ഓർക്കുന്ന നിമിഷങ്ങളാണ് എന്നുള്ളത് വളരെ വിനയപൂർവ്വം അദ്ദേഹത്തിനോടും അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിലെ വളരെ വലിയൊരു ഭാഗ്യമാണ് പേരാമ്പ്രയിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത്, നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ ഇടയിൽ ഇറങ്ങുക എന്നുള്ളത്. ഇനിയും ഈ നാട്ടിലേക്ക് എത്തേണ്ട ഒരുപാട് പരിഗണനകളുണ്ട്, പരിഗണിക്കേണ്ട ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. അവരെയൊന്നും കാണാതെ പോയി എന്നുള്ളതാണ് ഈ നാട്ടിലെ വലിയ പരാജയത്തിന് CPM-നെ പ്രാപ്തമാക്കിയത് എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഓരോ സ്ഥലത്തേക്കും വരുമ്പം അവിടെയുള്ള എല്ലാ ആളുകളെയും കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. ജാതി മതഭേദമന്യേ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തിനേറെ ഈ നാട്ടിലുള്ള നല്ലവരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരോട് സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരും നമ്മളോടൊപ്പം ഉണ്ടായി എന്നുള്ളത് നമ്മളുടെ ഒരു മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. അവരെയും നിരാശപ്പെടുത്താത്ത രൂപത്തിൽ ഈ മണ്ണിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും പരിപൂർണമായിട്ടുള്ള പിന്തുണയുണ്ടാവണം. നിങ്ങളൊക്കെ സ്വപ്നം കാണുന്ന പോലെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് സ്വന്തമായിട്ടൊരു താലൂക്ക് എന്ന് പറയുന്ന സ്വപ്നം, ആ താലൂക്കിന് വേണ്ടി പരിശ്രമിച്ച ഒരുപാട് മനുഷ്യരുണ്ട്, മരണപ്പെട്ടു പോയി. ഞാൻ നിയമസഭാ സമ്മേളനത്തിൽ ആദ്യ പ്രസംഗത്തിൽ പറഞ്ഞത് അവരുടെ പേരുകളാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ ബാലനാരായണേട്ടൻ, അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ വിജയം അറിഞ്ഞ് എന്നാൽ അധികം ഇതിൻ്റെ ഈ സന്തോഷങ്ങളിലൊന്നും പങ്കെടുക്കാൻ സാധിക്കാതെ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരുപാട് വലിയ സ്വപ്നമായിരുന്നു താലൂക്ക് എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എന്നോട് വന്ന് പറയുന്ന കാര്യമാണ്. അത് ഏറ്റവും ആദ്യത്തെ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ബജറ്റിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പിന്നെ ഇവിടെ സൂചിപ്പിച്ചു പൂഴിത്തോട് പടിഞ്ഞാറത്തർ റോഡ്, അത് വെറും 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതല്ല, 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്നതല്ല. അത് യഥാർത്ഥത്തിൽ സംസ്ഥാന പാതയായിട്ട് അറിയപ്പെടേണ്ട ഒരു പാതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പേരങ്ങനെയാണ് എങ്കിലും അത് ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയാണ് എന്നുള്ള രൂപത്തിൽ അതിനെ കണക്കാക്കണം. ആ രൂപത്തിൽ ഡിസ്കഷൻ ഇപ്പം ബഹുമാനപ്പെട്ട MP, വടകര MP-യും നമ്മളെല്ലാവരും തിരുവനന്തപുരത്ത് PWD മിനിസ്റ്ററുടെ ഓഫീസിൽ ഇരുന്ന യോഗത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അതുമായിട്ടുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെയുള്ള അലൈൻമെൻറ്റിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതുമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതും നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെയുള്ള ഒത്തിരി പ്രൊജക്റ്റുകൾ നമ്മൾ ഈ നാടിനു വേണ്ടിയിട്ട് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരും. അവിടെ ചെറിയ കുട്ടികൾ മുതൽ ഈ നാട്ടിലെ കാരണവന്മാരായിട്ടുള്ള മുതിർന്നവരായിട്ടുള്ള ആളുകളെ കൂടി പരിഗണിക്കുന്ന കാര്യങ്ങൾ നിയോ പേരാമ്പ്രയുടെ വലിയ പ്രൊജക്റ്റിൽ ഉണ്ടാകും എന്നുള്ളത് മാത്രം അറിയിച്ചുകൊണ്ട് ആ ഒരു വലിയ സമ്മാനം പ്രഖ്യാപിക്കുന്ന ദിവസം ഉടനുണ്ടാകും. സെപ്റ്റംബറിൽ പരമാവധി നമ്മൾക്കത് പ്രഖ്യാപനമായിട്ട് തന്നെ നടത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലാണ് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സ്വീകരണം കീഴരിയൂരിൽ നൽകിയതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എറണാകുളത്ത് 4:30 ട്രെയിനിന് പോവേണ്ടതായിരുന്നു, പക്ഷേ നിങ്ങളുടെ സ്വീകരണം, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ശിവമാഷ് പറഞ്ഞത് ഈ പരിപാടി ഇത് അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു നിങ്ങളുടെ സ്വീകരണം ഉണ്ടല്ലോ, അതുണ്ടായാലേ എനിക്ക് ഉറക്കം കിട്ടുള്ളൂ എന്നുള്ളതാ.
അപ്പോൾ എല്ലാ തരത്തിലും കീഴരിയൂരുകാർക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കണം എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു. ഒരിക്കൽ കൂടി ഒരു നല്ല ഓണം ആശംസിക്കുകയാണ്. കേരളം സന്തോഷത്തോടെ ഉറങ്ങട്ടെ, നിങ്ങളെല്ലാവരും നല്ല പുലരികളിലേക്ക് ഉണരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചു വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.